فَلَنَقُصَّنَّ عَلَيْهِمْ بِعِلْمٍ وَمَا كُنَّا غَائِبِينَ. അനന്തരം നാം തന്നെ തികഞ്ഞ അറിവോടെ കഴിഞ്ഞുപോയതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കും. നാമോ എങ്ങും മറഞ്ഞുപോയിട്ടൊന്നുമുണ്ടായിരുന്നില്ല. وَالْوَزْنُ يَوْمَئِذٍ الْحَقُّ فَمَنْ ثَقُلَتْ مَوَازِينُهُ فَأُولَئِكَ هُمُ الْمُفْلِحُونَ. അന്നാളിൽ തൂക്കം സാക്ഷാൽ സത്യമാകുന്നു. ആരുടെ തട്ട് കനം തൂങ്ങുന്നുവോ അവനായിരിക്കും വിജയം പ്രാപിച്ചവൻ. സാരം ഇതാണ്: അന്നേ ദിവസം ദൈവനീതിയുടെ തുലാസിൽ സത്യത്തിനൊഴികെ മറ്റൊന്നിനും തൂക്കമുണ്ടാവില്ല. തൂക്കവും കനവുമില്ലാത്ത മറ്റൊന്നും സത്യമാവുകയുമില്ല. ആരുടെ കൂടെ സത്യമുണ്ടോ അവന്റെ തട്ട് കനം തൂങ്ങുന്നു. ഈ കനത്തെ ആസ്പദമാക്കിയാണ് ദൈവവിധി നടക്കുക. മറ്റൊന്നിനും അശേഷം പരിഗണനയുണ്ടാവുകയില്ല. അസത്യത്തിൻ്റെതായ ജീവിതം ഇഹലോകത്ത് എത്രമേൽ വിപുലവും ദീർഘവുമായിക്കൊള്ളട്ടെ, അതിന്റെ പിന്നിൽ ഉജ്ജ്വലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിക്കൊള്ളട്ടെ, അതെല്ലാം പരലോകത്ത് നീതിയുടെ ത്രാസിൽ തീരെ കനമില്ലാത്ത പതിരുകൾ മാത്രമായിരിക്കും. وَمَنْ خَفَّتْ مَوَازِينُهُ فَأُولَئِكَ الَّذِينَ خَسِرُوا أَنفُسَهُم بِمَا كَانُوا بِآيَاتِنَا يَظْلِمُونَ. ആരുടെ തട്ട് കനമില്ലാത്തതാകുന്നുവോ അവർ സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയവരാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ നമ്മുടെ സൂക്തങ്ങളോട് ധിക്കാരം അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സൂക്തം ഇങ്ങനെ മനസ്സിലാക്കാം: മനുഷ്യന്റെ ജീവിതകൃത്യങ്ങൾ രണ്ടായി വകതിരിക്കപ്പെടുന്നു. ഒന്ന് രചനാത്മകം, മറ്റേത് നിഷേധാത്മകം. സത്യത്തെ തിരിച്ചറിയുക, സത്യത്തിൽ വിശ്വസിക്കുക, സത്യത്തെ അവലംബിക്കുക, സത്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുക, ഇതെല്ലാം രചനാത്മക വശത്തിൽപ്പെടുന്നു. പാരത്രിക ജീവിതത്തിൽ നിലയും വിലയും ഈ വശത്തിന് മാത്രമേയുള്ളൂ. മറിച്ച് സത്യത്തെ അവഗണിച്ചോ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചോ തോന്നിയതുപോലെ ജീവിക്കുക, മനുഷ്യരുടെയോ പിശാചുക്കളുടെയോ ആജ്ഞാനുവർത്തിയായും അസത്യമാർഗത്തിൽ പ്രവർത്തിക്കുക, ഇതെല്ലാം നിഷേധാത്മക വശത്തിൽപ്പെടുന്നു. ഈ നിഷേധാത്മക വശത്തിന് സ്വന്തമായ മൂല്യമില്ലെന്നു മാത്രമല്ല, അത് രചനാത്മക കൃത്യങ്ങളുടെ മൂല്യം ഗണ്യമായി ഇടിച്ചുകളയുകയും ചെയ്യും. ആകയാൽ ജീവിതകൃത്യങ്ങളുടെ രചനാത്മക വശം നിഷേധാത്മക വശത്തെ അതിജയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നഷ്ടങ്ങൾ നികത്തിയിട്ട് സ്വൽപ്പമെങ്കിലും ലാഭം അവശേഷിക്കുകയും വേണം. ഇതിനെ ആശ്രയിച്ചാണ് പരലോക വിജയം സ്ഥിതി ചെയ്യുന്നത്. وَلَقَدْ مَكَّنَّاكُمْ فِي الْأَرْضِ وَجَعَلْنَا لَكُمْ فِيهَا مَعَايِشَ قَلِيلًا مَا تَشْكُرُونَ. നാം നിങ്ങളെ ഭൂമിയിൽ അധികാരത്തോടുകൂടി വസിപ്പിക്കുകയും അതിൽ ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തു. പക്ഷേ നിങ്ങൾ തുച്ഛമായേ നന്ദി കാണിക്കുന്നുള്ളൂ. وَلَقَدْ خَلَقْنَاكُمْ ثُمَّ صَوَّرْنَاكُمْ ثُمَّ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ لَمْ يَكُنْ مِنَ السَّاجِدِينَ. നാം നിങ്ങളുടെ സൃഷ്ടി ആരംഭിച്ചു, പിന്നീട് നിങ്ങൾക്ക് ആകൃതി നൽകി. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ആദമിനെ നമിക്കുക. ഈ ആജ്ഞാനുസാരം സകലരും നമിച്ചു. പക്ഷേ നമിച്ചവരുടെ കൂട്ടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നില്ല. ആദം എന്ന വ്യക്തിക്ക് വേണ്ടി സുജൂദ് ചെയ്യാനാണ് അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചതെന്ന് തോന്നാവുന്ന വിധത്തിലാണ് അൽ ബഖറയിലെ പ്രതിപാദനം. എന്നാൽ വ്യക്തി എന്ന നിലയിലല്ല, മാനവ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തെ പ്രണമിക്കാൻ ദൈവം ശാസിച്ചതെന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. നാം നിങ്ങളുടെ സൃഷ്ടി ആരംഭിച്ചു, പിന്നെ നിങ്ങൾക്ക് ആകൃതി നൽകി. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ആദമിനെ നമിക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതത്രേ: അള്ളാഹു ആദ്യമായി മനുഷ്യ സൃഷ്ടി വിഭാവന ചെയ്തു, പിന്നെ മൂലപദാർത്ഥം സജ്ജമാക്കി, അനന്തരം ആ പദാർത്ഥത്തിന് മനുഷ്യരൂപം നൽകി.
അനന്തരം മനുഷ്യൻ ജീവനുള്ള സൃഷ്ടിയായി അസ്തിത്വം പൂണ്ടപ്പോൾ അദ്ദേഹത്തെ നമിക്കുവാൻ മലക്കുകളോട് ആജ്ഞാപിച്ചു. മനുഷ്യോൽപത്തിയുടെ ഈ 3 പടികൾ ഈ ആയത്തിലും പ്രകാശിപ്പിച്ചിരിക്കുന്നു. അതായത്, ആദ്യം കളിമണ്ണിൽ നിന്നുള്ള സൃഷ്ടി, അനന്തരം സമ്പൂർണമായ രൂപസംവിധാനവും അവയവങ്ങളുടെയും കഴിവുകളുടെയും ഉചിതമായ ക്രമീകരണവും, തുടർന്ന് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ഊതി ജീവനുള്ള മനുഷ്യനാക്കൽ. ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം എങ്ങനെയുണ്ടായെന്നും അവന്റെ രൂപവും അവയവങ്ങളും കഴിവുകളും എങ്ങനെ സംവിധാനം ചെയ്തുവെന്നും അവനിൽ ജീവൻ ഊതിയതെങ്ങനെ എന്നുമൊക്കെ പൂർണ്ണമായി ഗ്രഹിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. പരിണാമ സിദ്ധാന്തം തുടങ്ങിവെച്ച ഡാർവിന്റെ ആളുകൾ സയൻസിന്റെ പേരിൽ ഉന്നയിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് കടകവിരുദ്ധമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യോൽപത്തിയെ ചിത്രീകരിക്കുന്നത്. ഡാർവിനിസ്റ്റുകളുടെ നിഗമനമനുസരിച്ച് വിവിധ പടികൾ തരണം ചെയ്ത് പുരോഗമിച്ചു വന്നതാണ് ഇന്നത്തെ മനുഷ്യൻ. നേരെമറിച്ച് കേവലം മനുഷ്യത്വത്തിൽ നിന്നു തന്നെയാണ് മനുഷ്യന്റെ ആരംഭമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് വിഭിന്നങ്ങളായ 2 വീക്ഷണഗതികളാണിത്. മനുഷ്യനെ സംബന്ധിച്ച തികച്ചും വ്യത്യസ്തമായ 2 സങ്കല്പങ്ങൾ ഇതിൽ നിന്ന് ജന്മമെടുക്കുന്നു. ഒരു സങ്കല്പം അംഗീകരിച്ചാൽ മനുഷ്യനെ മൃഗവർഗത്തിലെ ഒരു ശാഖയായി കാണും. അവന്റെ ജീവിത നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാന തത്വം അന്വേഷിക്കുന്നത് ജന്തുസഹജമായ ജീവിത സ്വഭാവങ്ങളിലായിരിക്കും. മറ്റേ സങ്കല്പം സ്വീകരിച്ച് മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുന്ന പക്ഷം അവൻ വെറും ഒരു സംസാരിക്കുന്ന മൃഗമോ സാമൂഹ്യ ജന്തുവോ ആയിരിക്കുകയില്ല. മറിച്ച് ഭൂലോകത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിരിക്കും. ഇങ്ങനെ മനുഷ്യനെയും അവനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പറ്റി നിങ്ങളുടെ വീക്ഷണം ആദ്യം പറഞ്ഞതിൽ നിന്ന് തികച്ചും ഭിന്നമായി തീരുന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം. മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച ഈ 2ാമത്തെ സങ്കല്പം ധാർമ്മികമായും മാനസികമായും ഉന്നതമാണെങ്കിലും സയൻസിന്റെ തെളിവുകളാൽ സ്ഥാപിതമായ സിദ്ധാന്തത്തെ വെറും ഒരു സങ്കല്പത്തിനു വേണ്ടി എങ്ങനെ തള്ളിക്കളയും? ഈ വിമർശകരോട് നമ്മുടെ ചോദ്യം ഇതാണ്: ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ള ഒന്നാണോ? സയൻസിനെപ്പറ്റി കുറച്ചു മാത്രം അറിയുന്നവർ പോലും അതിനെ സ്ഥാപിതമായ ശാസ്ത്രീയ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അഭിജ്ഞന്മാരായ ശാസ്ത്ര നിരീക്ഷകന്മാർക്കറിയാം, ഡാർവിനിസം ഇന്നും ഒരു സിദ്ധാന്തം മാത്രമായി അവശേഷിക്കുകയാണ്. അതിനെ സ്ഥാപിക്കുന്നതെന്ന് പറയുന്ന തെളിവുകളെല്ലാം വാസ്തവത്തിൽ അതിന്റെ സാധ്യതയ്ക്കുള്ള തെളിവുകൾ മാത്രമാണ്. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. അല്ലാഹു ചോദിച്ചു, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചപ്പോൾ പ്രണാമം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത്? ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. നീ എന്നെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അവനെ മണ്ണിൽ നിന്നും. قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. അല്ലാഹു കൽപ്പിച്ചു, എങ്കിൽ ശരി, നീ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിക്കൊള്ളുക. നിനക്കിവിടെ നിഗളിക്കാൻ അവകാശമില്ല. പുറത്തു പോവുക. യഥാർത്ഥത്തിൽ നീ സ്വയം നിന്ദ്യത വരിച്ചവരിൽപ്പെട്ടവനാകുന്നു. ആയത്തിൽ പ്രയോഗിച്ച സ്വാഗിരീൻ എന്ന ശബ്ദത്തിനാണ് സ്വയം നിന്ദ്യത വരിച്ചവരെന്ന് തർജ്ജമ കൊടുത്തിരിക്കുന്നത്. സ്വാഗിർ എന്നാൽ ഹീനത്വത്തിലും നിന്ദ്യതയിലും സംതൃപ്തി അടഞ്ഞവൻ എന്നാണ് അർത്ഥം. വിവക്ഷ ഇതാണ്: ഇബ്ലീസ് ദൈവത്തിന്റെ സൃഷ്ടിയും ദാസനുമായിരുന്നിട്ടും അഹന്തയുടെ കൊടുമുടിയിൽ വർത്തിച്ചുകൊണ്ട് തന്റെ നാഥന്റെ ആജ്ഞ നിരസിക്കുകയാണ് ചെയ്തത്. അതും സ്വയം നടിച്ച അന്തസ്സിന്റെയും മേന്മയുടെയും പേരിൽ. പ്രസ്തുത ദൈവകൽപ്പനയെ അനുസരിക്കുന്നത് കുറച്ചിലാണെന്ന് ഇബ്ലീസ് കണ്ടു. വാസ്തവത്തിൽ താൻ ഹീനത്വത്തെ സ്വയം ഇഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് അതിനർത്ഥം. വ്യാജമായ മഹത്വനാട്യം, അടിസ്ഥാനമില്ലാത്ത ഔന്നത്യവാദം, അർഹതയൊന്നും കൂടാതെ മഹത്വ പദവി ആർജിച്ചവനെന്ന തെറ്റായ ധാരണ, ഇതൊന്നും ഒരുത്തനെ മഹാനും അന്തസ്സുള്ളവനുമാക്കുന്നില്ല, മറിച്ച് നിന്ദ്യനും അധമനുമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണക്കാരൻ അയാൾ തന്നെയാണ് താൻ. قال أنظرني إلى يوم يبعثون. ഇബ്ലീസ് പറഞ്ഞു,
എല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് അവധി നൽകണം.